ഓക്കെ, നമുക്ക് ഇനി റാങ്ക് കോറിലേഷൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ പോവേർട്ടി ആൻഡ് ഓവർ ക്രൗഡിങ് ഫ്രം ദ ഫോളോയിങ് ടേബിൾ. ടൗൺ തന്നിട്ടുണ്ട്, പവേർട്ടിയും ഓവർ ക്രൗഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് നോക്കാം, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തന്നിരിക്കുന്ന റാങ്ക്സ് ആണോ എന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കി. റാങ്കുകളായിരുന്നെങ്കിൽ എങ്ങനെ വരുമായിരുന്നു നമ്പേഴ്സ്? ഇപ്പോൾ 10 ഐറ്റംസ് ഉള്ളത് അല്ലേ, എ മുതൽ ജെ വരെ 10 ഐറ്റംസ് ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ റാങ്ക് ആയിരുന്നെങ്കിൽ 1 to 10 ആയിരിക്കും. 1 to 10 മീൻസ് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആയിരുന്നിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. നമ്മൾ റാങ്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ല 1 മുതൽ 10 വരെ ഇടുക. പക്ഷേ ഇത് തന്നിരിക്കുന്ന വാല്യൂസാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ആദ്യം റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് റാങ്കുകൾ തരാത്ത കേസിൽ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തപ്പോൾ നമുക്ക് റാങ്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ റാങ്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, നമ്മൾ ആദ്യം റാങ്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. പവേർട്ടിയുടെയും ഓവർ ക്രൗഡിങ്ങിൻ്റെ വാല്യൂസ് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ആദ്യം എങ്ങനെയാണ് റാങ്ക് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഇവിടെ റാങ്ക് 1, ഒന്നാമത്തേതിൻ്റെ റാങ്ക് R1 അല്ലെങ്കിൽ റാങ്ക് 1 നോക്കാം. അപ്പോൾ റാങ്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഒന്ന് പരിശോധിക്കുക. അതിനുശേഷം ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതിന് ഒന്നാമത്തെ റാങ്ക് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന വാല്യൂവിന് രണ്ടാമത്തെ റാങ്ക് കൊടുക്കുക. അങ്ങനെ കുറഞ്ഞു വരിക. ഓക്കെ, അങ്ങനെ അവസാനം 1 മുതൽ 10 വരെ ഏറ്റവും ചെറിയ വാല്യൂവിന് 10ാമത്തെ റാങ്ക് കൊടുക്കുക. ഇങ്ങനെയാണ് റാങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോവർട്ടിയുടെ കേസിൽ നോക്കാം. ഇതിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 17 ആണ്. സോ അതിന് നേരെ നമുക്ക് 1. 17ന് തൊട്ട് താഴെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 16. 16ന് രണ്ടാമത്തെ റാങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ 16ന് താഴെ 15ന് മൂന്നാമത്തെ റാങ്ക് കൊടുക്കാം. ദെൻ 15 കഴിഞ്ഞാൽ 14ന് നാലാമത്തെ റാങ്ക് കൊടുക്കാം. ഓക്കെ, ദെൻ 13 ഉണ്ട്, അതിന് 5ാമത്തെ റാങ്ക് കൊടുക്കാം. 13ന് തൊട്ട് താഴെയുള്ള 12, 12ന് 6ാമത്തെ റാങ്ക് കൊടുക്കാം. ദെൻ 12ൻ്റെ തൊട്ട് താഴെ 11 ഉണ്ട്, 11ന് നമുക്ക് 7 എന്നുള്ള റാങ്ക് കൊടുക്കാം. 6ന് ശേഷം 7 എന്നുള്ള റാങ്ക് കൊടുക്കാം. ഓക്കെ, 11ന് തൊട്ട് താഴെയുള്ളൊരു നമ്പർ നമുക്ക് ഇവിടെയുള്ള 9 ആണ്. 10 ഇല്ല, പകരം 9 ആണുള്ളത് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും, 8 എന്ന റാങ്ക് കൊടുക്കാം. ഓക്കെ, 7, 8. ദെൻ നെക്സ്റ്റ് 7 ആണുള്ളത്. 9നേക്കാട്ടിലും ചെറിയ നമ്പർ തൊട്ട് താഴെയുള്ളൊരു നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. സോ 7ൻ്റെ നേരെ നമുക്ക് 9ാമത്തെ റാങ്ക് കൊടുക്കാം. ദെൻ ലാസ്റ്റ് 6 ആണ് ഏറ്റവും ചെറിയ വാല്യൂ, അതിന് നമുക്ക് 10ാമത്തെ റാങ്ക് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യുമ്പോൾ കണ്ടോ 1 മുതൽ 10 വരെ നമുക്ക് റാങ്ക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പോവർട്ടിയുടെ റാങ്ക് ചെയ്തു. അപ്പോൾ ഓർത്താൽ മതി, ഹയസ്റ്റ് വാല്യൂ തൊട്ട് ലോവസ്റ്റ് വാല്യൂ വരെ റാങ്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓവർ ക്രൗഡിങ്ങിൻ്റെ വാല്യൂസിൽ നമുക്ക് റാങ്ക് ചെയ്യാം. സോ നമുക്ക് വേണമെങ്കിൽ ഞാൻ റാങ്ക് 2, ഓക്കെ, റാങ്ക് 2 എന്ന് കാണിക്കാം. റാങ്ക് 2 വരുമ്പം ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്, 46. 46ന് 1. ഓക്കെ, ദെൻ അതിന് ശേഷം വരുന്നത് 46ന് തൊട്ട് താഴെയുള്ളത് 36 ആണ്. 36ന് റാങ്ക് നമ്പർ 2. ഓക്കെ, ദെൻ 35, 3. 35ന് താഴെ വരുന്നത് 27 ആണ്, അതിന് 4. 27ന് തൊട്ട് താഴെയുള്ള നമ്പർ 24ന് 5 റാങ്ക് കൊടുക്കാം. 24 കഴിഞ്ഞാൽ 22 ഉണ്ട്, 22ന് 6. ദെൻ 18 ഉണ്ട്, 18ന് 7. ദെൻ 12 ഉണ്ട്, 12ന് 8. 12 കഴിഞ്ഞാൽ പിന്നെ 8 ആണ് നമ്പർ വരുന്നത്. 8ന് 9 എന്ന് പറഞ്ഞ റാങ്ക് കൊടുക്കാം. ഏറ്റവും ചെറിയ നമ്പർ 2 ആണ്. 2ന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, 10ാമത്തെ റാങ്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം റാങ്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഐറ്റംസും നമ്മൾ റാങ്ക് ചെയ്തു. നമുക്ക് ഇനി റാങ്കുകൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് റാങ്ക് കോറിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. റാങ്ക് 1ഉം റാങ്ക് 2ഉം കിട്ടി. ഇനി നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ ഡി കണ്ടുപിടിക്കുക, D² കണ്ടുപിടിക്കുക. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു,
റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് വിത്തൗട്ട് യൂസിങ് സിമ്പിൾ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഡിഫറൻസസ് 1ൻ്റെയും 2ൻ്റെയും ഡിഫറൻസ് 1. ഓക്കെ. ദെൻ 5ൻ്റെയും 1ൻ്റെയും ഡിഫറൻസ് 4. 3ൻ്റെയും 3ൻ്റെയും ഡിഫറൻസ് 0. 2ൻ്റെയും 5ൻ്റെയും ഡിഫറൻസ് 3. 10ൻ്റെയും 8ൻ്റെയും ഡിഫറൻസ് 2. ദെൻ 7ൻ്റെയും 7ൻ്റെയും ഡിഫറൻസ് 0. 4ൻ്റെയും 4ൻ്റെയും ഡിഫറൻസ് 0. 8ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് 2. 9ൻ്റെയും 10ൻ്റെയും ഡിഫറൻസ് 1. 6ൻ്റെയും 9ൻ്റെയും ഡിഫറൻസ് 3. ഓക്കെ. നമുക്ക് ഡി കിട്ടി. ഡി കിട്ടിയാൽ പോരാ, ഡി സ്ക്വയർ വേണം. സോ ഈ ഡിയുടെ സ്ക്വയർ കണ്ടുപിടിക്കാം. 1ൻ്റെ സ്ക്വയർ 1, 4ൻ്റെ സ്ക്വയർ 16, 0ൻ്റെ സ്ക്വയർ 0, 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ. ദെൻ 0യുടെ സ്ക്വയർ 0, 0, 0, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 9. ഇനി എന്ത് ചെയ്യണം? സിഗ്മ ഡി സ്ക്വയർ കണ്ടുപിടിക്കാൻ ഈ ഡി സ്ക്വയർ ആഡ് ചെയ്യുക. നമുക്ക് ടോട്ടൽ 44 കിട്ടും. ഓക്കെ. സോ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ 44 കിട്ടി. n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഐറ്റംസ് 10 ആണുള്ളത്. 10 കിട്ടി. ഇനി നമുക്ക് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമുല അപ്ലൈ ചെയ്യാം. 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഓക്കെ. അപ്പോൾ അത് വരുമ്പം 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ 44 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. ഓക്കെ. ഇത് മാറ്റി എഴുതുമ്പം ഈക്വൽ ടു 1 മൈനസ് 264 ഡിവൈഡഡ് ബൈ 990 എന്ന് കിട്ടും. which is equal to 1 minus 0.267 എന്നുള്ള വാല്യൂ കിട്ടും. സോ ഒന്നിൽ നിന്ന് 0.267 മൈനസ് ചെയ്താൽ നമുക്ക് 0.733 ഇതാണ് റാങ്ക് കോറിലേഷനായിട്ട് നമുക്ക് കിട്ടും. സോ ഇതാണ് റാങ്ക് തരാതെ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ആദ്യം റാങ്ക് കണ്ടുപിടിക്കുക, അതിനുശേഷം നോർമലി റാങ്ക് കോറിലേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.